ഈശ്വർ മാൽപ്പെ എന്ന് പറയുന്ന ഡ്രൈവർ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ഈശ്വർ മാൽപ്പേനെ അറിയാത്ത മലയാളികൾ ആരും ഉണ്ടാകില്ല. നമ്മുടെ ഷിരൂർ അർജുൻ്റെ റെസ്ക്യൂവുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായ രീതിയിൽ ജനമനസ്സുകളിൽ ഇടം നേടിയ ഒരു വ്യക്തിയാണ് ഈശ്വർ മാൽപ്പെ. അപ്പം ഇന്നലെ മിനിഞ്ഞാന്ന് ആ സമയങ്ങളിൽ പുള്ളി എന്ത് ചെയ്തു, ഡൈവ് ചെയ്യാനായിട്ട് വീണ്ടും വന്നു. അത് അർജുൻ്റെ കൂടെ കാണുന്നതായ മറ്റു 2 പേരുണ്ട്. അതിൽ ഒരാളുടെ 2 പെൺമക്കൾ വന്ന് ഈശ്വർ മാൽപ്പേനോട് അഭ്യർത്ഥിച്ചതാണ്, എങ്ങനെയും ഞങ്ങളുടെ അച്ഛനെ ഒന്ന് കണ്ടുപിടിച്ച് തരണം. അപ്പോൾ ഈശ്വർ മാൽപ്പെ എന്ത് ചെയ്തു, ഡൈവ് ചെയ്യാൻ തീരുമാനിച്ചു. അതും സ്വന്തം റിസ്കിൽ 3 ഡൈവർമാരും കൂടി കേട്ടോ, എല്ലാം സ്വന്തം റിസ്കിലാണ്. പക്ഷേ അവിടുത്തെ അധികാരികൾ അതിന് സമ്മതിക്കുന്നില്ല, ഉദ്യോഗസ്ഥരതിന് സമ്മതിക്കുന്നില്ല. കാരണം എന്താണെന്ന് ചോദിച്ചാൽ ആർക്കും കാരണം പറയാനില്ല. കാരണം മഴ കുറവാണ്, കാറ്റിൻ്റെ വേഗം കുറവാണ്, അടിയൊഴുക്ക് കുറവാണ്, വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു, അടിഭാഗം നല്ല രീതിയിൽ വിസിബിളാണ്. എന്നിട്ട് പോലും ഈ റെസ്ക്യൂവിന് തയ്യാറാവാനായിട്ട് ഇവരെ സമ്മതിക്കുന്നില്ല. കാരണം എന്താണെന്നുള്ളതിനുള്ള ഉത്തരമില്ല. ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ മിണ്ടാതിരിക്കുകയാണ് അവരെല്ലാവരും. അപ്പോൾ ഈശ്വർ മാൽപ്പെ വളരെ വ്യക്തമായിട്ട് അതിനകത്ത് പറയുന്നുണ്ട്, ഒരു MLAയുടെ മകനോ അല്ലെങ്കിൽ ഒരു മിനിസ്റ്ററുടെ മകനോ ആണ് ഇതിൻ്റെ അടിയിലെങ്കിൽ ഇതിന് മുമ്പേ എപ്പോഴോ കണ്ടുപിടിക്കേണ്ട സമയം കഴിഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഇത്രയും അനുയോജ്യമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ടാണ് ഞങ്ങളെ സ്വന്തം റിസ്കിൽ ഞങ്ങൾ ചാടിക്കോളാം, ആരുടെയും ചിലവ് വേണ്ട, ഒരു പൈസയും ആരുടെ കയ്യിൽ നിന്നും മേടിക്കില്ല, സ്വന്തം റിസ്കിൽ സ്വന്തം ചിലവിൽ ഞങ്ങൾ ചാടിക്കോളാം എന്ന് പറഞ്ഞിട്ട് പോലും അവരെ അനുവദിക്കുന്നില്ലാത്ത ഒരവസ്ഥ. അത് ഇനിയിപ്പോൾ ആ താഴെ പോയവരവിടെ കിടക്കട്ടെ, ആ വെള്ളത്തിനടി കിടക്കട്ടെ, ഇനി അവർ തിരിച്ചു തരണ്ട എന്നുള്ള കർണാടക സർക്കാരിൻ്റെയും അവിടുത്തെ ഉദ്യോഗസ്ഥർ വൃത്തികെട്ട മനോഭാവമാണ് കേട്ടോ കാണുന്നത്. ഒന്നുമില്ലെങ്കിലും 2 പെൺമക്കൾ വന്ന് അവിടെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നു. അർജുൻ്റെ വീട്ടിൽ നിന്ന് അർജുൻ്റെ സഹോദരന്മാരും ഭാര്യയും കൊച്ചൊന്നും പോയില്ലാന്നേ ഉള്ളൂ. പക്ഷേ സഹോദരനും അളിയനും ആ ലോറിൻ്റെ ഉടമ ഇത്രയും കാലമായിട്ട് മൊത്തം ഫുൾ ടൈം അവിടെ തന്നെയാണ്. എങ്ങനെയും അർജുനെ കിട്ടുവാണെങ്കിൽ എങ്ങനെയും നാട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു ഒറ്റ മനോഭാവത്തിലാണ് അവർ നിൽക്കുന്നത്. പക്ഷേ അവിടുത്തെ ആൾക്കാർ എന്താ പറയുക, ഒരു സഹകരണവും ഇല്ലാത്ത രീതിയിലുള്ള ആൾക്കാർ. ഈശ്വർ മാൽപ്പെ പറഞ്ഞിട്ട് ഈ പാവപ്പെട്ടവരെ സഹായിക്കാൻ ഞങ്ങളേ ഉള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം, വേറെ ആരും ഇവർക്ക് വേണ്ടി നിൽക്കില്ല. അപ്പോൾ ആ കുടുംബത്തിൻ്റെ വിഷമം കൊണ്ടാണ് ഞങ്ങൾ ഡൈവ് ചെയ്യാമെന്ന് തീരുമാനിച്ചത്. പക്ഷേ സ്വന്തം റിസ്കിൽ ഡൈവ് ചെയ്യാൻ പോലും ഇവിടുത്തെ അധികാരികൾ സമ്മതിക്കുന്നില്ല. വല്ലാത്തൊരവസ്ഥയാണ്. നമ്മുടെ നാട്ടിലുള്ള മീഡിയാസും രാഷ്ട്രീയക്കാർ ഇത്രത്തോളം ഇടപെടൽ നടത്തിയിട്ടാണ് അവിടെ ഇത്രയെങ്കിലും സംഭവം ഒന്നായത്. അല്ലെങ്കിൽ അവർ ആ റോഡും വൃത്തിയാക്കി പോണ വഴിക്ക് പോയാനെ. പുഴയിൽ ആര് കിടക്കുന്നു, പുഴയിൽ ആരെങ്കിലും ഉണ്ടോ, എന്താ അവസ്ഥ എന്നൊന്നും ആരും നോക്കില്ല. ഉറപ്പുള്ള കാര്യമാണ്. അവർ ആ റോഡും ക്ലീൻ ചെയ്യും, അത് ഗതാഗത യോഗ്യമാക്കും. പിന്നെ അടുത്ത ഉരുൾ ഹോട്ടലിൽ നടക്കുമ്പോഴും വീണ്ടും ആ റോഡ് ക്ലീൻ ചെയ്യും, വീണ്ടും ഗതാഗത യോഗ്യമാക്കും. അത്രയൊക്കെ ഉണ്ടാവുള്ളൂ. അതിൽ കൂടുതലൊന്നും കർണാടക പോലുള്ളൊരു സംസ്ഥാനത്ത് നിന്ന് ആരും പ്രതീക്ഷിക്കേണ്ട. നമ്മളൊക്കെ ചില സമയത്ത് പ്രതീക്ഷിച്ചിരുന്നു, ദൈവമേ കൊള്ളാം, ഇവർ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് നോക്കുമ്പോൾ വീണ്ടും അവർ പഴയതിനേക്കാളും മോശമായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു രീതിയിലും മനുഷ്യത്വമില്ലാത്ത എല്ലാവരും, കർണാടകത്തിലെ എല്ലാവരും അല്ല, കുറച്ച് ആൾക്കാർ, ഈ അധികാരികളും ഉദ്യോഗസ്ഥരെയും മാത്രമാണ് പറയുന്നത്. ഒരു തരത്തിലുള്ള മനുഷ്യത്വം ഇല്ലാത്ത കുറേ ആൾക്കാർ. അപ്പോൾ ഇന്ന് ഈശ്വർ മാൽപ്പെ അർജുൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ള വാർത്തയൊക്കെ കേട്ടു. എന്തായാലും സ്വന്തം റിസ്കിൽ ജോലി ചെയ്യാമെന്ന് പറയുന്നവരെ പോലും അനുവദിക്കാത്ത ഒരു സാഹചര്യം. അത് കാരണം എന്നത്, അവിടെ ഇപ്പോൾ അത്രത്തോളം റിസ്ക് ഉള്ള സാഹചര്യമാണെങ്കിൽ കുഴപ്പമില്ല, സമ്മതിക്കരുത്. പക്ഷെ ഒരു റിസ്ക്കും ഇല്ല, ഇതിനേക്കാളും കൂടിയ റിസ്കിലാണ് പുള്ളി അന്നിറങ്ങി അവിടെ ഡൈവ് ചെയ്ത് തപ്പിയത്. എന്നിട്ട് ഇത്രയും സാഹചര്യങ്ങൾ അനുകൂലമായിട്ടിരിക്കുമ്പോൾ അതിൻ്റെ അടി തപ്പിക്കുന്നില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തു പറയാനാണ്.